പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുൻ KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ കേരളത്തിൽ സജീവമാകണമെന്ന് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PJ കുര്യൻ AICC നേതൃത്വവുമായി താൻ ഇക്കാര്യം സംസാരിച്ചു. AICC നേതൃത്വത്തിനും ഇതേ നിലപാട് തന്നെയാണെന്നും PJ കുര്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മുൻ KPCC പ്രസിഡന്റുമാർ ഇനി തങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ശരിയല്ലെന്നും PJ കുര്യൻ വ്യക്തമാക്കി. നമുക്കാദ്യം PJ കുര്യൻ പറഞ്ഞിട്ടൊന്ന് കേട്ടുവരാം. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനാണ് നമ്മോടൊപ്പമുള്ളത്. മുതിർന്ന നേതാക്കളായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കളും സജീവമായി നേതൃനിരയിലേക്ക് ഇനിയും വരേണ്ടേ? തീർച്ചയായും മുതിർന്ന നേതാക്കൾ എല്ലാവരും സജീവമാകണം. സജീവമായിട്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിലും എല്ലാം സജീവമായി പ്രവർത്തിക്കണം പാർട്ടിക്ക് വേണ്ടി എന്ന് തന്നെ എൻ്റെ അഭിപ്രായം. പക്ഷേ മുതിർന്ന നേതാക്കൾ സ്ഥാനത്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല, സ്ഥാനം ചോദിച്ചു പോകാൻ പാടില്ല. സ്ഥാനങ്ങൾ ചോദിക്കാതെ പാർട്ടിയാണ് അവർക്ക് പല സ്ഥാനങ്ങളും നൽകിയിട്ടുള്ളത്. മന്ത്രിമാരായവര്, KPCC പ്രസിഡന്റുമാരായവര്, പിന്നെ ഉയർന്ന സ്ഥാനങ്ങളിലിരുന്നവര്, അവര് ഇനി ഞാനൊന്നും ചെയ്യില്ല, ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന നിലയിൽ മാറി നിൽക്കുന്നത് ശരിയല്ല. അവർ സ്ഥാനങ്ങൾ ചോദിക്കരുത്, അതേസമയത്ത് പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സംഘടനാപരമായി KPCC പ്രസിഡന്റ് തന്നെയാണ് കേരളത്തിലെ ഒന്നാമത്തെ നേതാവ്. രണ്ടാമത്തെ നേതാവ് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്, അല്ലെ പാർട്ടി ലീഡർ. അവരുടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയും വേണം. അവരുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ മുതിർന്ന നേതാക്കളും പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും UDFും മികച്ച വിജയം നേടണം. അതിനുവേണ്ടി ഇപ്പോഴത്തെ നേതൃത്വത്തിന് പുറമെ മുൻകാല നേതാക്കൾ അവർ കൂടി സജീവമായി കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരണം എന്നാണ് മുതിർന്ന നേതാവ് PJ കുര്യൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ AICC നേതൃത്വവും ഇക്കാര്യം ആഗ്രഹിക്കുന്നതായി PJ കുര്യൻ സ്ഥിരീകരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപാൽ, ഇന്നലെ ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു, അത് പ്രേക്ഷകരെ അറിയിച്ചതാണ്. മുതിർന്ന നേതാക്കൾ സജീവമാവണം എന്ന് ഹൈക്കമാൻഡ് ഇന്നലെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. റോഷി നമുക്കൊപ്പം ചേരുന്നു. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം തന്നെയാണ് ഒരർത്ഥത്തിൽ PJ കുര്യൻ പറഞ്ഞിരിക്കുന്നതും. ഈ നേതാക്കളെ കൊണ്ട് ഇപ്പോഴത്തെ നേതാക്കന്മാർ തമ്മിൽ കണ്ടാൽ പരസ്പരം മിണ്ടാത്ത അവസ്ഥ, ഈ പറഞ്ഞതുപോലെ പരസ്പരമുള്ള പോരാട്ടം, ഇതെല്ലാം ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് തുടരുന്നതിനിടയിൽ ഇതൊന്നും നമ്മളുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കുറച്ച് മുതിർന്ന സീനിയർ നേതാക്കളുണ്ട്, മുല്ലപ്പള്ളിയൊക്കെ പോലെ അല്ലെങ്കിൽ VM സുധീരനെ പോലെ. അവരൊക്കെ വളരെ സജീവമായിട്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെടണം എന്നാണ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. PJ കുര്യൻ പറഞ്ഞതും ആ അർത്ഥത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ സാന്നിധ്യം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് ഉണ്ടാകും. അവരുടെയൊക്കെ സേവനം ആവശ്യപ്പെടുകയാണോ ഈ PJ കുര്യനും ഹൈക്കമാൻഡുമെല്ലാം? ഡോക്ടർ അരുൺകുമാർ, കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുതിർന്ന നേതാക്കൾക്കൊക്കെ പാർട്ടിയിൽ ചുമതല നൽകാനുള്ള തീരുമാനമെടുക്കുന്നത്. അത് ഏറെ താമസിയാതെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്കൊക്കെ പ്രധാനപ്പെട്ട പദവികൾ നൽകി ജനസമ്മതിയുള്ള അല്ലെങ്കിൽ ഈ ഏറ്റവും പരിചയസമ്പന്നരായ ആളുകളെയൊക്കെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുമായി, ഈ മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ KC വേണുഗോപാൽ ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ PJ കുര്യനുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. PJ കുര്യൻ ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുമായി ആശയവിനിമയം നടത്തി എന്നാണ് ഒടുവിൽ അറിഞ്ഞത്. ഇവരൊക്കെ സജീവമായിട്ടുണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വലിയ തന്ത്രങ്ങൾ ഹൈക്കമാൻഡാണ് ആവിഷ്കരിക്കുന്നത്. സുനിൽ കരകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സീനിയർ ലീഡേഴ്സിനെ കൂടി സജീവമായി രംഗത്തിറക്കാനുള്ള തീരുമാനം. അതാണ് PJ കുര്യൻ സ്ഥിരീകരിക്കുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങളാണ് PJ കുര്യൻ ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ട് റിവ്യൂയോട് സ്ഥിരീകരിക്കുന്നത്. ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ അടക്കമുള്ള ഒട്ടേറെ സീനിയർ നേതാക്കളുണ്ട്, മുൻ KPCC അധ്യക്ഷന്മാർ. അവരിൽ പലരും അതാത് ജില്ലകളിൽ, മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ സജീവമാണ്. എല്ലാ ദിവസവും അവിടെ വ്യത്യസ്തമായ പരിപാടികൾ, കോൺഗ്രസിൻ്റെ പരിപാടികളിലൊക്കെ വേദികൾ ഉണ്ട്, സജീവമായി ഇടപെടുന്നുണ്ട്. VM സുധീരനാണെങ്കിൽ തിരുവനന്തപുരത്ത് പാർട്ടി പരിപാടികളിലൊക്കെ സജീവമാണ്. അതിനപ്പുറത്തേക്ക് അവർ സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ നേതാവായി മാറണം, സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങളിൽ അവർ ഇടപെടണം എന്ന നിർദ്ദേശങ്ങളാണ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ.